കണ്ണീർ നോവായി മാറിയ ആ യാത്ര വല്ലാതെ ഉള്ളിൽ വയ്ക്കുന്നൊരു യാത്രയാണ്. ഇന്നലെ പുലർച്ചെ 3:30 പാങ് LP സ്കൂളിൽ നിന്ന് ഈ അധ്യാപകരും ബന്ധുക്കളും യാത്ര പുറപ്പെടുന്നത്. 13 സംഘം ഒരു ടെമ്പോ ട്രാവൽ, പെരിന്തൽമണ്ണയിൽ നിന്ന് വാടകയ്ക്കെടുത്ത ഒരു ടെമ്പോ ട്രാവലിലാണ് യാത്ര തിരിക്കുന്നത്. യാത്രയ്ക്ക് മുമ്പ് അവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ രാവിലെ 3:30 തന്നെ ഭക്ഷണമൊക്കെ ഏർപ്പാട് ചെയ്ത് വരും എന്നുള്ളത് അറിയിച്ചിരുന്നു. കൃത്യമായും ഏകദേശം ഒരു 3-4 മണിക്ക് യാത്ര പുറപ്പെടുന്നു. യാത്ര അവസാനിക്കേണ്ടത് ഇന്നലെ രാത്രിയിൽ തിരിച്ച് പാലക്കാട് വഴി പൊള്ളാച്ചി വഴി പാങ്ങിലാണ് യാത്ര അവസാനിക്കേണ്ടിയിരുന്നത്. കാഴ്ചകൾ കണ്ട് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ വൈകുന്നേരം 5 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിട്ടുണ്ടാകും. വാൽപ്പാറയിലെ മനോഹരമായ ഫ്രെയിം, പ്രത്യേകിച്ച് അസ്തമയ സൂര്യൻ്റെ മനോഹരമായ സായാഹ്നത്തിൽ അതിലെ ഓരോ കാഴ്ചയും ഓരോ ഫ്രെയിമാണ്. വാൽപ്പാറയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ വാൽപ്പാറയിൽ 9 പേരെടുത്ത് ജീവനെടുത്ത ആ ദുരന്തത്തിനു വേണ്ടി കാത്തിരുന്നത് 9ാമത്തെ വളവ്. വാൽപ്പാറ പൊള്ളാച്ചി റൂട്ടിൽ 13ാമത്തെ ഹെയർപിൻ വളവിൽ വെച്ചാണ് അപകടമുണ്ടായത്. 13 പേർ സഞ്ചരിച്ചിരുന്ന ആ ട്രാവലർ നിയന്ത്രണം വിട്ട് സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ച് തലകീഴായി താഴെ 9ാം വളവിലേക്ക് പതിക്കുകയായിരുന്നു. 30 അടി താഴ്ചയിലേക്ക് വീണ വാഹനം പൂർണ്ണമായും തകർന്നു. അപകടം നടന്ന സ്ഥലത്ത് നിന്ന് രാഹുൽ സുരേഷ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കൂടി നമുക്കൊന്ന് കാണാം. 9 പേരുടെ ജീവൻ കവർന്ന വാൽപ്പാറയിലെ അപകട സ്ഥലത്താണ് നമ്മളുള്ളത്. ഈ കാണുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഈ വാഹനം തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ് പറയേണ്ടത്. ഇതൊരു ടെമ്പോ ട്രാവലറാണ്. പക്ഷേ ഇത് പീസായി പോയി. ഒരു ആക്രിക്കടയിൽ പൊളിച്ച് വിൽക്കാനിട്ടിരിക്കുന്ന വാഹനം എങ്ങനെയാണോ ആ രീതിയിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഈ വാഹനം തകർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഓരോരോ പാർട്സായി ഇവിടുന്ന് അപകടം നടന്ന സ്ഥലത്ത് നിന്നും ഇപ്പുറത്തേക്ക് കൂട്ടിയിടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഓരോരോ പാർട്സാണ് ഈ വാഹനത്തിൻ്റെ. ഇതൊക്കെ ഇങ്ങനെ ചേർത്ത് വേർപെട്ടു പോയ ശേഷം ഇതൊക്കെ ചേർത്ത് ഇങ്ങനെ ഇവിടെ വെച്ചിരിക്കുന്ന കാഴ്ചകൾ കൂടിയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ഈ വാഹനം ആ കാണുന്ന മുകളിൽ നിന്നുമാണ് താഴേക്ക് പതിക്കുന്നത്. ഈ കാണുന്നതാണ് ഈ ചുരത്തിലെ 13ാമത്തെ വളവ് എന്ന് പറയുന്നത്. അവിടെ നിന്നും വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട ശേഷം തലകീഴായി താഴേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് 13ാം വളവിൽ നിന്നും നേരെ 9ാം വളവിലേക്ക് പതിക്കുകയും ചെയ്യുന്നത്. നേരെ ഈ കാടിനുള്ളിലൂടെ തലകീഴായി മറഞ്ഞുകൊണ്ട് താഴേക്ക് പതിക്കുകയായിരുന്നു. വാൽപ്പാറ സന്ദർശിച്ച് താഴേക്ക് മടങ്ങുകയായിരുന്ന ആളുകളാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ആകെ 40 വളവുകളാണുള്ളത്. അതിൽ 27 വളവുകളും വളരെ സന്തോഷത്തോടെ പാട്ടൊക്കെ പാടി അവർ ഉല്ലസിച്ച് കഥകൾ പറഞ്ഞ് താഴേക്ക് ഇറങ്ങിയതാണ്. പക്ഷേ അപ്രതീക്ഷിതമായി ഈ 13ാമത്തെ വളവിൽ അപകടം പതിയിരിക്കുകയും വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെടുകയോ ചെയ്തത് മൂലം താഴേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. 8 പേർക്ക് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ പറയുകയും ചെയ്തത്. ഇതൊക്കെ ഈ വാഹനത്തിൻ്റെ ഓരോരോ പാർട്സുകളാണ്. ഈ കാണുന്നതൊക്കെ ഈ വാഹനത്തിൻ്റെ ഓരോ പാർട്സാണ്. ഇത് നോക്കൂ, ഇതൊക്കെ എൻജിൻ ഭാഗത്ത് കാണുന്ന പാർട്സാണ് ഈ കാണുന്നത്. ഇതെല്ലാം ഇങ്ങനെ തകർന്ന് തരിപ്പണമായി ഈ നിലത്ത് കിടക്കുന്ന കാഴ്ചകളാണ് ഉള്ളത്. ഇത് വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് ആണ്. KL 11 AM 7288 എന്ന വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് ആണ് ഇത്. ഇതുകൂടാതെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്, 2 ഹെഡ്ലൈറ്റ് ഉണ്ടായിരുന്നു. ആ 2 ഹെഡ്ലൈറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മിറർ ഉൾപ്പെടെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. തൊട്ടപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവർ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ച പാത്രങ്ങൾ ഉൾപ്പെടെ, ഒന്നെങ്കിൽ ഭക്ഷണം പാകം ചെയ്ത പാത്രങ്ങളാകാം, അല്ലെങ്കിൽ പാകം ചെയ്ത് കൊണ്ടുവന്ന പാത്രങ്ങളാകാം. ചമ്മന്തി കൊണ്ടുവന്ന പാത്രമാണ് ഈ കാണുന്നത്. അങ്ങനെ ഭക്ഷണം കഴിച്ചതും ഉപയോഗിച്ചതുമായിട്ടുള്ള പാത്രങ്ങൾ ഉൾപ്പെടെ ഇവിടെ ചിന്നിച്ചിതറി കിടക്കുന്നതാണ് കാഴ്ച. 13ാമത്തെ വളവിൽ നിന്നും വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു. അവരുടെ ലക്ഷ്യം ഈ വാൽപ്പാറ സന്ദർശിച്ച ശേഷം ഈ കാണുന്ന ആളിയാർ ഡാമാണ്. തൊട്ട് താഴെ ഈ ചുരമിറങ്ങി താഴെ എത്തുമ്പോൾ കാണുന്നതാണ് ആളിയാർ ഡാം. അപ്പോൾ അവിടെ എത്തി കാഴ്ചകൾ കാണുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വാൽപ്പാറയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നത്. അപ്പോൾ 6 മണിക്ക് മുമ്പ് താഴെ എത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി കണക്കാക്കി താഴേക്ക് പോകുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി ഈ അപകടം സംഭവിക്കുകയും 9 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. ആദ്യം പുറത്ത് ചിന്നിച്ചിതറി പുറത്തേക്ക് പതിച്ച ആളുകളെയാണ് രക്ഷാപ്രവർത്തനം നടത്തി പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ തന്നെ പറയുകയും ചെയ്യുന്നത്. പക്ഷേ ഈ റോഡിൻ്റെ അപകടാവസ്ഥ എടുത്തു പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം വലിയ രീതിയിൽ ഉയർച്ചയുള്ള സുരക്ഷാ ഭിത്തികളല്ല ഇവിടെയുള്ളത്. ചെറിയ സുരക്ഷാ ഭിത്തികളാണ്. ഒരാളുടെ മുട്ടപ്പം മാത്രം ഉയരമുള്ള സുരക്ഷാ ഭിത്തികളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മുന്നോട്ട് നീങ്ങിയാൽ പോലും ഇത് മറികടന്ന് താഴേക്ക് പതിക്കാൻ, ഇത് നോക്കൂ, ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ കൃത്യം മുട്ടിനൊപ്പം മാത്രമാണ് ഈ സുരക്ഷാ ഭിത്തി
ഭിത്തിയുടെ ഉയർച്ചയുള്ളത്. ഇവിടെ നിന്നും ഈ വാഹനം മുന്നോട്ട് വരികയാണെങ്കിൽ അതിനെ മറികടന്ന് താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ കാണുന്ന നോക്കൂ, ഓരോ ഹെയർപിൻ വളവുകൾക്കും താഴെ വലിയ വലിയ കൊക്കയാണ് ഉള്ളത്. അപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് പതിച്ചാൽ പോലും അത് തലകീഴായി താഴെ കൊക്കയിലേക്ക് പതിക്കാനുള്ള സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇവിടെ രണ്ട് സംശയമാണ് നിലവിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ട് പോലീസിനുള്ളത്. ഒന്ന്, വാഹനത്തിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു, അങ്ങനെ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് പോകുന്നു, അല്ലെങ്കിൽ ഡ്രൈവറുടെ പരിചയക്കുറവ്. അങ്ങനെ രണ്ട് സംശയമാണ് നിലവിൽ പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും ഉള്ളത്. അല്പസമയത്തിനുള്ളിൽ മോട്ടോർ വാഹന വകുപ്പ് സംഘം ഇവിടെ എത്തുകയും ഈ വാഹനം വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്യും. ആ ഘട്ടത്തിൽ ഈ വാഹനത്തിന് എന്തെങ്കിലും തകരാറുകളുണ്ടോ എന്നതിൽ ഒരു വ്യക്തത വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇതൊരു അപകട കെണിയൊരുക്കുന്ന പാത കൂടിയാണ്. പലപ്പോഴും ചെറിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ 9 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അപകടം ഇതാദ്യമായിട്ടാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇവിടെയുള്ള ആളുകൾ തന്നെ പറയുകയും ചെയ്യുന്നത്. നമ്മൾ താഴെ നിന്നും മുകളിലേക്ക് കയറി വരുമ്പോൾ ചെറിയ വാഹനങ്ങൾ, ബൈക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് വഴിയരികിൽ ഒതുക്കിയിട്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നേരത്തെയും സമാനമായിട്ടുള്ള അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തവുമാണ്. അപ്പോഴും കൃത്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ ഇവിടെ ആയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഒരുപക്ഷെ 13ാമത്തെ വളവിൽ ആ സുരക്ഷാ ഭിത്തി അല്പം ഉറപ്പുള്ളതായിരുന്നുവെങ്കിൽ, അല്പം ഉയർച്ച ഉള്ളതായിരുന്നുവെങ്കിൽ ഈ ടെമ്പോ ട്രാവലർ അവിടെ തട്ടി നിൽക്കുമായിരുന്നു. പക്ഷേ അതില്ലാത്തത് മൂലമാണ് താഴേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പല ഡ്രൈവർമാർ ഈ ടെമ്പോ ട്രാവലർ ഓടിച്ച് പരിചയമുള്ള ആളുകൾ പറയുന്നത്, ഇറങ്ങുമ്പോൾ ഈ വാഹനത്തിൻ്റെ ബ്രേക്ക് സ്വാഭാവികമായും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, ചൂടായി ബ്രേക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ടോപ്പ് ഗിയറിൽ മാത്രമാണ് ഈ വാഹനങ്ങൾ താഴേക്ക് ഇറക്കാൻ പാടുള്ളൂ എന്ന കാര്യം പല ഡ്രൈവർമാരും പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപക്ഷേ ഈ ഡ്രൈവറുടെ എക്സ്പീരിയൻസ് ഒരു പ്രശ്നമായി വന്നേക്കാം. എന്താണെങ്കിലും അതിദാരുണമായ സംഭവത്തിനൊടുവിൽ 9 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ സങ്കടക്കടലായി ഇവിടെയുള്ള ആളുകളെല്ലാം ആ സങ്കടക്കടലിൽ തന്നെയാണുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ എത്തുമ്പോൾ പോലും ആ ഒരു ശൂന്യത ഇവിടെ ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. 40 വളവുകളിൽ 27 വളവുകളും അവരെ വളരെ സന്തോഷത്തോടു കൂടി ഇറങ്ങി വന്നതാണ്. ഇനിയുള്ള 13 വളവുകളായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നത്. പക്ഷേ ആ 13 വളവുകൾ പൂർത്തിയാക്കാൻ അവർക്ക് സാധിച്ചില്ല. അവർക്ക് സന്തോഷവും സങ്കടവും ഒന്നുമില്ലാത്തൊരു ലോകത്തേക്ക് അവർക്ക് വിട പറയേണ്ടി വന്നു എന്നതാണ് അതീവ ദുഃഖത്തോടെ എടുത്തു പറയേണ്ട കാര്യം. എന്താണെങ്കിലും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉൾപ്പെടെ പരിശോധന പൂർത്തിയാകുമ്പോൾ എന്താണ് അപകടത്തിന് കാരണമായ യഥാർത്ഥ കാരണം എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. വീഡിയോ ജേർണലിസ്റ്റ് ജിതിമാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ, പൊള്ളാച്ചി.